ഇനി നമുക്ക് ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഡിപ്പെൻഡൻസി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ POM ഫയലിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പ്രോജക്റ്റ് ടാഗിൻ്റെയും എൻഡിങ് പ്രോജക്റ്റ് ടാഗിൻ്റെയും ഇടയ്ക്കായിട്ട് ഇതിന് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഡിപ്പെൻഡൻസി എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ് എഴുതി കാണും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി അങ്ങനെ ഇല്ലെങ്കിലും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഒരു സ്റ്റാർട്ട് ടാഗും കൊടുക്കണം, എൻഡ് ടാഗും കൊടുക്കണം. ഇനി ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ലൈബ്രറീസ് ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ മെയിനിൽ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മേവൻ റെപ്പോസിറ്ററിയിലേക്ക് പോകണം. അപ്പോൾ മേവൻ റെപ്പോസിറ്ററിയിൽ നിന്ന് ഗൂഗിൾ സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് menrepository.com വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് പ്ലേറൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലേറൈറ്റ്. അപ്പോൾ പ്ലേറൈറ്റ് മെയിൻ ലൈബ്രറിയുടെ ഒരു ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഏതാണെന്ന് വെച്ചാൽ അന്നേരം കാണിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. അപ്പോൾ അത് കോപ്പി ചെയ്തെടുക്കുക. ഇപ്പോൾ ഓൾറെഡി കോപ്പി ആവും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കോപ്പി ആവും. അതെടുത്ത് നമ്മുടെ ഈ ഡിപ്പെൻഡൻസീസിൻ്റെ അടിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എക്സിക്യൂട്ട് മേവൻ പ്ലഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കണം. EXEC മേവൻ പ്ലഗിൻ. ഈ കാണുന്നതാണ് കോഡ് ഹൗസ് മോജോ. അതപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെയും ലേറ്റസ്റ്റ് വേർഷൻ എടുക്കുക, കോപ്പി ചെയ്യുക, ഇതിനകത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യം വന്നാൽ അതും ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ ഡിപ്പെൻഡൻസീസിൻ്റെ ഓപ്പൺ ടാഗ്സ് സ്റ്റാർട്ട് ടാഗിൻ്റെ ഇടയ്ക്കായിട്ട് പേസ്റ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ സേവ് ചെയ്യണം. അപ്പോൾ Ctrl+S പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കേജിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ വന്നിട്ട് മേവൻ കണ്ടോ, മേവനിൽ അപ്ഡേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ഇത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ മേവൻ ഡിപ്പെൻഡൻസീസിന് അടിയിൽ നമ്മൾ കൊടുത്ത എല്ലാ ഡിപ്പെൻഡൻസീസും ആഡ് ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ.